പള്ളിക്ക് മെമ്പർ ഫുള്ളാവും. മിമ്പർ ഫുള്ളാണ് പോലത്തെ ഉസ്താദാക്കുന്നെങ്കിൽ സുബ്ഹാന ജല്ല ജലാൽ. എങ്ങനെ വലിയ മിമ്പറാക്കി വെച്ചിട്ട് ആ മിമ്പർക്ക് തക്കത്തെ ഉസ്താദ് കിട്ടുക കിട്ടിയ അയാൾക്ക് റുക്കു സുജൂദിന് പോകാൻ കഴിയുക? അഥവാ പോയെങ്കിൽ നിങ്ങൾ തറാവിക്ക് എന്താക്കുവാ അല്ലേ? റുക്കു സുജൂദ് എണിക്കണ്ട അയാൾക്ക്. അത്ര ഗട്ടിമുട്ടു. എന്ത് അവസ്ഥ ഇത്! സുബ്ഹാന ജല്ല ജലാലു അല്ലേ? ഉസ്താദന്മാരെ ആരെ ടെസ്റ്റ് ആക്കുന്നെ? ഉള്ളൂന് എത്ര ഷർത്തുണ്ട് നോക്കണം. ഫസ്റ്റ് കമ്മിറ്റിക്കാരെ നെൽപ്പാട്ടി നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്, ഇത്ര ചെല്ലിങ്ങോ ടെസ്റ്റ് ആക്കാം. ടെസ്റ്റ് ആക്കണങ്ങ് ആരെന്ന് കേൾക്കണോ? ഫസ്റ്റ് ഉസ്താദ്മാർ വിളിച്ചിട്ട് നിങ്ങൾ എന്നാലല്ല ഒന്നുകൂടെ ഷർത്ത് എത്ര, നിസ്കാരത്തെ ഫർളത്തെ ഇത്ര ചെല്ലിങ്ങോ ടെസ്റ്റ് ആക്കാം. തൊന്തരയില്ല. ഒരു ബക ഫിറ്റ് ചെല്ല ടെസ്റ്റ് ആക്കും. വായ്സ് മയ്യാവല്ല. മക്കത്തെ ഹറമിന്റെ ഇമാമ സുദൈസിനെ കൊണ്ടുവരാ വായ്സ് സുബൈ നിസ്കരിക്കും ജണ്ടാൽ പറഞ്ഞിട്ട് തൂണ്ട് പൂണ്ട് ബോബന്മാർ വരുന്ന അവർക്ക് വായ്സ് മതിയാന്നില്ല. അവർക്ക് മതിയാന്ന് ഈ കമ്മിറ്റിക്കാർക്ക്. ഇപ്പൊ എന്തായി? ഇതൊരു പുതിയ ട്രെൻഡ് ചൊല്ലു. ഞങ്ങളെ ഖത്തീബ് ഉസ്താദിന്റെ ഓത്ത് അങ്ങനെ ഉണ്ട്, ഉസ്താദിന്റെ വാലികനുണ്ട്. മാത്രം വാലുക പോത്തീറ വാലു അല്ലെ? ഇവിടെ നല്ല വാലാക്കണം, ഇവിടെ നല്ല ഓതണം, കിറാത്തോതൊക്കെ വേറെ എവിടെ പോത്തീറ. ഈ രൂപത്തില് ഇതെല്ലാം നോക്കിട്ട് ഉസ്താദ് നെക്സ്റ്റ് വെള്ളിയാഴ്ച ഫോൺ ആക്കറവാ. നെക്സ്റ്റ് വെള്ളിയാഴ്ച ഫോൺ ആക്കുമ്പോ ഉസ്താദ് എന്നൊരു വെള്ളിയാഴ്ച എന്നൊരാൾ വറകുണ്ടു, അത് വന്നാൽ പിന്നെ ആക്കറവാ. എങ്ങനെ ഈ രൂപത്തിൽ ഉസ്താദന്മാരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ആള് ഉസ്താദ് ബർമ്പ വാട്സപ്പിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇയാളെ പോലത്തെ ഉസ്താദില്ല, ഇത്ര ഗെട്ടപ്പെടാളില്ല, നല്ല വാള്, നല്ല കിറാത്ത്, നല്ല സ്മാർട്ട്, അതുണ്ട്, തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. ബർമ്പ ഒരു വർഷമായിട്ട് ആചാറ് ചൊന്ന പോലെ കേക്കില്ല. ആചാര പള്ളിക്ക് ഇതൊക്കെ അണ്ട ചൊന്നരാറങ്ങ നിങ്ങക്ക് സാധ്യല്ല ഇയാളെ. പോകുമ്പോ ഞാൻ ഒന്ന് പറയുന്നു, ഉസ്താദുമാറാവട്ടെ, സ്വർത്തരാൽമാറാവട്ടെ, അങ്ങടിക്ക് സെയിൽസ്മാൻ എന്തോ ആവട്ടെ, വിളിച്ച പറമ്പത്തുക്ക് എങ്ങനെ വിളിച്ച വന്നെങ്കും ആവും. ഉസ്താദാങ്ങും തങ്ങാങ്ങും ആറാങ്ങും ഫസ്റ്റ് വെള്ളിയാഴ്ച കുത്തുപോത്തിട്ട് വാളല്ലാക്കുമ്പോ ഉസ്താദ് ഫസ്റ്റ് ക്ലാസ് ഇങ്ങനത്തെ കത്തീബ് വന്നിട്ടേ ഇല്ല ഞങ്ങളെ രായത്ത്. ആര് ഓണെ ഓടുവട്ടെ ഫസ്റ്റ് ഇയാൾ ഓടുവട്ടെ. കത്തീബാവണോ ഒരു കത്തീബുണ്ടു, ഉസ്താദ് ഫോട്ടോ കടത്തറും. ഇതിന്റെ ആചാരം നോക്കും. പൊതുവല്ല പള്ളിക്ക് കത്തീബാവണു, മുക്രിയാവണു, ഫോട്ടോ വരട്ട് നോക്കാം. മുക്കറിന്റെയും പൊട്ട, സദറിന്റെയും പൊട്ട. ഇതിന്റെ ഇടയ്ക്ക് ഒരു കത്തീബൊക്കെ സ്വറായിട്ടില്ല. എന്താ കേട്ട പൊട്ടത്തിൽ ഉള്ളത്ര ചന്തയില്ല. പൊട്ട ഐഫോണിലെടുത്തേക്ക് നമ്മളെ പൊട്ടൽ എത്ര ചന്ത വരുന്നു. ഇപ്പൊ ലൈവില് കാണുന്ന ആളിരിക്കുന്നുണ്ടോ ഉസ്താദ് ഇത്ര ചന്തമാണ് കൂടെ നിങ്ങൾക്കല്ല കൊന്നില്ല എങ്ങനെ ഉള്ളേന്ന്. ഇതുപോലെ ക്യാമറന്റെയും മൊബൈലിന്റെ മുന്നിൽ എന്നിട്ട് ഉസ്താദിന്റെ കമ്മിറ്റിക്കാർ ചൊന്ന ഫോൾട്ട് പൊട്ടത്തിലുള്ള അത്ര ചന്തയില്ല എന്ന് വന്നിട്ട് നോക്കുമ്പോ വെള്ളിയാഴ്ച. സുബ്ഹാന ജല്ല ജലാലു. എന്താക്കുന്ന ക്രീമിടണ ഒത്തരന് ഉസ്താദന്മാരല്ല അല്ലോ അല്ലേ? പൊട്ട എന്തെല്ലാം കടത്തണോ? പൊട്ട പിന്നെ വയല് കടത്തണോ, കിറാത്ത് കടത്തണോ, ബാങ്ക് കടത്തണോ, എല്ലാം കടത്തണോ. എല്ലാം കടത്തിയിട്ട് പൊതുവാക്കോ ഇത്ര ഒന്നുമില്ല. ഇത്ര കേട്ടെങ്കിലില്ല, പൊതുവേ ഇല്ല അല്ലേ? പെണ്ണുമക്കളെ പൊട്ട തന്നെ കടത്തില്ല. വേണമെങ്കിൽ വന്ന് നോക്കി പോട്ട്, ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ ഉണ്ടെന്നേ ഉള്ളൂ. ആര് പെണ്ണ് പാൽപോട്ടോ പെൺമക്കളെ പൊട്ട കടത്തുന്നില്ല. ഉസ്താദുമാരെ പൊട്ടെല്ലാം കടത്തിയിട്ട് എല്ലായിട്ട് മുഞ്ഞാണ്ടൊരു വെക്കത്തോറ് ആ ചൊന്നാലും ഞങ്ങളെ മിമ്പർ ബെല്ലുണ്ട്. ഉസ്താദ് മിമ്പർക്ക് തക്ക മയ്യാവല. അപ്പുറത്തെ ചെല്ലാല ഒരു രാജകീയ ഒരു കോൺഗ്രസിന്റെ ഒരുത്തന്റെ പേര് ചൊല്ലിട്ട് നമ്മളോ അല്ല, പക്ഷെ തടിയുണ്ടാ മനസ്സാ. ഓനാക്കി പള്ളിക്ക് മെമ്പർ ഫുള്ളാവും. മിമ്പർ ഫുള്ളാണ് പോലത്തെ ഉസ്താദാക്കുന്നെങ്കിൽ സുബ്ഹാന ജല്ല ജലാൽ. ഈ രൂപത്തിലാവരുത്. പോകുന്ന സമയത്ത് ഒരു ഉസ്താദിന്റെ കണ്ണുനീര് ഒരു കമ്മിറ്റിക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനിക്കും അവന്റെ സന്താന പരമ്പരക്കും അത് ശാപമാണ്, ശാപമാണ്, ശാപമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, മുഅദ്ദിനുമാർ, ഉസ്താദുമാർ ഈ സമുദായത്തിലെ ഖൈറായവരാണ്. അവരുടെ കണ്ണുനീരങ്ങാനും ഒരു കമ്മിറ്റിക്കാരോ നാട്ടുകാരോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പലജാതി പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ഉസ്താദുമാരെ മാത്രല്ല, സ്വർത്തങ്ങളെ ബുദ്ധിമുട്ടാക്കൊതീറ, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. അയൽവാസിനെ ബുദ്ധിമുട്ടാക്കൊതീറ, ഒരാളെ
ഒരാളെയും ബുദ്ധിമുട്ടാക്കരുത്. സംസാരിക്കുമ്പോ മിണ്ടുമ്പോ നല്ല സംസാരം മിണ്ടണം. ചില ആൾമാരല്ല ചൊല്ലേ ഞങ്ങ കമ്മിറ്റി ഗ്യാപ്പിൽ വേണു ഉസ്താദ്മാരുടെ യാറ മിങ്കിലാവു തീറ അങ്ങക്ക് സസാറാവുടു ഞങ്ങളെ സിസ്റ്റമുലു ഞങ്ങളെ സിസ്റ്റമുലു അല്ല. ദീനിയായിട്ട് ഭരിക്കേണ്ട ആലിമീങ്ങളാണ്. നാട്ടിലെ മറ്റുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഉമറാക്കളാണ്. രണ്ടും ഒരുമിച്ചുകൂടി നാട്ടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചു പോയാൽ മഹ്ശറയിലെത്തുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടേണ്ടി വരും. ഹബീബ് തങ്ങളെ കാലിൽ ചവിട്ടിയിട്ട് ഹബീബ് തങ്ങളെ കാലിൽ ചവിട്ടിയാളെ ഒരു കയ്യിലുണ്ട ബടി കൊണ്ട് തട്ടി നബി തങ്ങൾക്ക് ചവിട്ടിയപ്പ ആ മനുഷ്യക്ക് ചവിട്ടിയത് ഗൊന്താക്ക വേണായിട്ട് ബടി കൊണ്ടടിച്ച് ആ മനുഷ്യൻ കാലെടുത്ത് ഹബീബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. സങ്കടമായി. പിറ്റേ ദിവസം ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. 100 കണക്കിന് ഒട്ടകങ്ങൾ കൊടുത്തു. മാപ്പ് ചോദിച്ചു. എനിക്ക് നീ പൊരുത്തപ്പെടുമോ? എനിക്ക് കാലുവേദന ആയതുകൊണ്ട് നിന്നെ ഞാൻ തട്ടിയതാണ്. സ്വഹാബികൾ തട്ടിയാലല്ല, അടിച്ചാലല്ല, കൊത്തിയാൽ പോലും ഹബീബ് തങ്ങളോട് വെറുപ്പ് വിചാരിക്കാത്ത സ്വഹാബികളോട് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് ചോദിച്ചു. സമ്മാനം കൊടുത്തു. 100 കണക്കിന് ഒട്ടകങ്ങൾ കൊടുത്തു. അങ്ങനെയാണ്. അതാണ് ഒരാളെയും ബേജാറാക്കരുത് എന്നല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ അടിച്ചു. തെറ്റിന്റെ പേരിൽ അടിച്ചു. തിരിച്ചു പോകുന്നു. ബാല്യക്കാരനോട് പറയുന്നു, മോനെ നീ എനക്ക് അടിക്കണം, തിരിച്ചടിക്കണം. നീ നക്ക് പിറവടിക്കണു. എന്തിനാണ് ഞാൻ നിന്നെ അടിച്ചില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അയാൾ പറയുന്നു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞാൻ തെറ്റ് പറഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ അടിച്ചത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, മോനെ മഹ്ശറയിലേക്ക് നീ ബാക്കി വെക്കണ്ട, നീ മാപ്പ് തരണം. ഔത്തുകു പോയിട്ട് ചാട്ടിയെടുത്തിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ സുബഹി വരെ പുറത്തേക്ക് അടിക്കുന്നു. വടികൊണ്ട് ചാട്ടികൊണ്ട് രക്തം വരുന്നു. കരയുന്നു, ഉമറേ നീ അഹങ്കാരിയായി പോയോ? ആർക്കും വേണ്ടാത്ത ഉമർ, നിനക്ക് അല്ലാഹു ഇസ്സത്ത് തന്നില്ലേ? കണ്ടോ, തെറ്റ് ചെയ്ത ആളെ അടിച്ചതിന് പോലും ബേജാറാണ്. മഹ്ശറയിൽ കുടുങ്ങുമോ എന്നുള്ള ബേജാറാണ്. മഹ്ശറയിലെ ചോദ്യത്തെ പറ്റി ബേജാറാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ 50 പൈസ ഹൗദിൽ വീണിട്ട് 1 റുപ്യ കൊടുത്തിട്ടതിനെ പറക്കിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, ഈ അഹമ്മദിന് മഹ്ശറയിൽ അല്ലാഹുവോട് ഉത്തരം പറയണ്ടേ? അങ്ങനെയാണ്. മഹ്ശറയിൽ നിൽക്കുന്നത് ഓർമ്മ വേണം. നമ്മളൊരു പൂർണ്ണ മുസ്ലിമാകണം. കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത്. നാവ് കൊണ്ട് ഇങ്ങനെ എന്തെല്ലാം പറയാം, ആൾക്കാരെ പറ്റി കുറ്റം പറയാം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ പറയുന്നത്. വാട്സപ്പിലുള്ള ചർച്ചകൾ, രഹസ്യ മീറ്റിങ്ങുകൾ, പിത്തന ഫസാദുകൾ എല്ലാം ചൊന്നൽ. പിന്നെ നങ്ങ എന്തൊക്കെ ബെരുത്തേക്ക് പിത്തനാക്കണം, നങ്ങ പോട്ടെ, എന്തായാലും പോട്ടെ, നങ്ങൾക്ക് എന്തൊക്കെ ബേരാല ബിസിയാ. എപ്പോ എല്ലാം തിന്നിട്ട് തീന്നിട്ടാൽ പിന്നെ എന്തു ബാക്കിയില്ല. സൂക്ഷിക്കണം. ഖിയാമനാളിൽ ഏറ്റവും ആളുകൾ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന കുറ്റം അക്സറുഹും കലാമും ഫീ മഅസിയത്തില്ലാഹ്. ജാസ്തി വിഷയം പറഞ്ഞാൽ സംസാരം കുറക്കണം. ഒരേ ഫാൻ ഉള്ളതാ, ഒരേ ഫാൻ അങ്ങനെ അപ്പുറം ഇപ്പുറല്ലാക്കാനാണ്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓതിയാക്കിട്ട് 50-50 ആക്കി കുറച്ച് എല്ലാവർക്കും മീറ്റിംഗ്മാരുന്നല്ല, നിങ്ങൾക്ക് കാറ്റില്ലല്ലേ എന്താക്കുന്നത്. അല്ലാഹു തആല അർശിന്റെ തണൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാവ് കൊണ്ട് ഉമ്മമാർ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, നാവ് കൊണ്ട് ഒരാളെയും ഉമ്മമാർ പറഞ്ഞു പോണ്ട. ആരെയും പിത്തന പറയണ്ട, ആരെയും ഫസാദ് പറയണ്ട. അയൽവാസികളെ പറ്റിയും വേണ്ട, കുടുംബത്തിലുള്ളവരും വേണ്ട, വേറെ ആരും വേണ്ട. ജാതിക്ക് ജാതി പകയലല്ലേ പോലെ കുടുംബത്തിന് ഉള്ളുന്നുള്ളേ. നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളെ കുടുംബം, നമ്മളെ നാട്ടുകാർ, നമ്മളെ അയൽവാസികൾ. എല്ലായിടത്തും അങ്ങനെ
ആ രൂപത്തിലാവരുത്. ഒരാളെ പറ്റിയും ഒന്നും പറഞ്ഞു പോകണ്ട, ഞാനും പറയണ്ട, നിങ്ങളും പറയണ്ട. നാവ് വല്ലാതെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഈ നാവ് സൂക്ഷിക്കുന്നവനാണ് മുസ്ലിം.